ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന നമ്മളുടെ മനസ്സിനെ അഴിച്ചെടുത്ത് ഇങ്ങനെ ഓർഡറിലാക്കാൻ ആർട്ടിന് പറ്റും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, ആർട്ടിന് പല മുഖങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ വലിയൊരു ആർട്ടിസ്റ്റ് ആകാൻ വേണ്ടിയും ആർട്ടിനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് വേണ്ടിയും ആർട്ടിനെ ഉപയോഗിക്കാം. മനസ്സിന് വേണ്ടിയാകുമ്പോൾ ആർട്ടിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇവിടെ ആർട്ടിൻ്റെ ഭാഷ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൻ്റെ ഭാഷയാണ്, നമ്മളുടെ ഫീലിങ്സും ഇമോഷൻസുമാണ്. ഈ ഫീലിങ്സും ഇമോഷൻസും തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കൽ എൻ്റെ കൗൺസിലർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് വരുന്ന ഇമോഷൻ ദേഷ്യമാണെങ്കിൽ ആ ദേഷ്യപ്പെടുന്ന മൊമെൻറ്റിൽ നിനക്കത് തിരിച്ചറിയാൻ പറ്റിയാൽ നെക്സ്റ്റ് ടൈം ദേഷ്യം വരുമ്പോൾ നിനക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഗ്രാജുവലി നിനക്കതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. ഇമോഷൻസിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ അതിനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നോ ഒന്നും നമ്മളെ ഒരു സ്കൂളിലും പഠിപ്പിച്ചിട്ടില്ല, ഉണ്ടോ? പക്ഷേ ഇത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. മനസ്സിൻ്റെ ഹെൽത്ത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു വഴിയാണ് ആർട്ട്. ഇതിന് വലിയ ആർട്ടിസ്റ്റിക് സ്കിൽസിൻ്റെ ഒന്നും ആവശ്യമില്ല. ചില സമയത്ത് നമ്മുടെ മൈൻഡ് ഭയങ്കര ക്ലൗഡി ആയിട്ട് ഫീൽ ചെയ്യും, ഒന്നും പ്രോസസ്സ് ആവില്ല. ഈ ഒരു അവസ്ഥയെ നമ്മൾ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കുറേ മേഘങ്ങൾ പോലെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം ഇവിടെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോൾ നമ്മളുടെ ഉള്ളിലെ ഫീലിങ്സിനെ ഇമോഷൻസിനെ ഒക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനൊരു വഴി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, അതിനെ മാനേജ് ചെയ്യാനും പറ്റും. കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ?